ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ എല്ലാവർക്കും സുഖം, അവിടെയും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് എങ്ങോട്ട് പോകുന്ന കാരണത്തിൽ ഭയങ്കര ഡിസ്കഷൻ നടക്കുമ്പോഴാണ് നമ്മുടെ വീടിനടുത്ത് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ പാർക്കിങ്ങിൽ എന്തോ ആളനക്കം കെട്ട് കഴിഞ്ഞാൽ പിന്നെ പോകാതിരുന്നില്ലെങ്കിൽ വല്ലാത്ത മനോവിഷമല്ലേ. വണ്ടി വളച്ചു പോയി നോക്കി. ആദ്യം തന്നെ കണ്ടത് കോഴിക്കുഞ്ഞുങ്ങളെ, അതും കളർ ചെയ്ത കൊച്ചു കുഞ്ഞുങ്ങൾ. ദുവി ഫസ്റ്റ് ടൈം ഇങ്ങനെ കളർ ചെയ്ത കോഴിക്കുഞ്ഞുങ്ങളെ കാണുന്നത്. കണ്ടപ്പോൾ തന്നെ അവനതിനെ പിടിക്കാൻ വേണ്ടി കുറേ നേരം അവിടെ ഇരുന്നു. അതിന് നമുക്ക് കാശ് കൊടുത്ത് തീറ്റ വാങ്ങിച്ചു കൊടുക്കാം. അതുകൂടാതെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കോഴിക്കുഞ്ഞുങ്ങളെ വീട്ടിലും കൊണ്ടുപോകാം. കാശ് കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. വെറുതെ പിറക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ മലേഷ്യൻ ജയിലുകൾ കാണേണ്ടി വരും. എൻ്റെ ആവശ്യമില്ലല്ലോ. നാട്ടിൽ നല്ലടി കിട്ടുമ്പോൾ വല്ല നാട്ടിലും ചെന്ന് അടി കൊള്ളുന്നതിന്. കോഴിക്കുഞ്ഞുങ്ങൾ മാത്രമല്ല കേട്ടോ, ഫിഷിനെ പിടിക്കുന്ന പരിപാടിയുണ്ട്. കുഞ്ഞു മീൻ, നമ്മുടെ ഗപ്പി പോലത്തെ ചെറിയ മീനുകൾ, അതിനെ ടാങ്കിലിടും. നമ്മൾ കാശ് കൊടുത്തിട്ട് അതിനെ വല വെച്ച് പിടിക്കുക. കുഞ്ഞു വല തരും, അരിപ്പ പോലത്തെ. അരിപ്പയിലൊന്നും കയറത്തൊന്നുമില്ല, അതുങ്ങളുടെ ജീവനും കൊണ്ട് ഓടുക. അഥവാ എങ്ങാണ് അരിപ്പയെ കയറി വല്ലതിനും കിട്ടി അതിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഇനിയാണ് മക്കളെ മെയിൻ ഐറ്റം ഫുഡ്. പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇത് നേരെ നോക്കുമ്പോൾ ദൂവി അവിടെ നിന്നുകൊണ്ട് ഒരു പേസ്ട്രി ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതാണ്. നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിനെ മനസ്സിലായോ? ഇടിയപ്പോൾ ഇവിടെ ഇതിനെ പുത്തുമയോങ് എന്നാണ് പറയുന്നത്. ദുവി ഇവരുമായിട്ട് ഭയങ്കര കമ്പനിയായി. കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നി പേസ്ട്രിക്ക്. രണ്ടായാലും ഞങ്ങളൊരു സ്ട്രോബെറിയുടെ എക്സ്ട്രി വാങ്ങിയായിരുന്നു. രുചി നോക്കാൻ പറ്റിയില്ല, കേസ് മുഴുവനാവും തിന്നു. ഇത് നിങ്ങൾക്ക് എവിടെ പോയാലും മലേഷ്യയിൽ കിട്ടുന്ന ഒരു സാധനമാണ്. കോണും അതിനകത്തിൽ നമ്മുടെ മിൽക്ക് മെയ്ഡും കുറച്ച് പാലും. ഐസ്ക്രീം. ഈ മുട്ട മാങ്ങ തൂക്കിയിട്ടേക്കുന്ന കടയിൽ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ വേറെ ഒന്നുമില്ല, മാങ്ങ ജ്യൂസ് മാത്രം. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോട്ടി പോലെ എന്തോ സംഭവം കേട്ടോ. എന്തോ അതെനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കത് കാണുന്നത് ഇഷ്ടമല്ല. ഇവിടെ ദേ കമ്പേ കുത്തി വെച്ചേക്കുന്നത് നീരാളിയുടെ കാലാണ്. അതവർ ഫ്രൈ ചെയ്തോ സ്റ്റീം ചെയ്തോ ഒക്കെ തരും. നീരാളി ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ, ഭയങ്കര സ്വാദാണ് അത് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ. നമ്മുടെ നാട്ടിൽ ഉപ്പിലിട്ടത് കിട്ടുന്ന പോലത്തെ ഒരു സംഭവമാണ് ഇത്. പക്ഷേ ഇതിനകത്തിൽ അവർ കളറും പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്, ഉപ്പല്ല. ഈ പരന്ന ചട്ടിക്കകത്ത് കാണുന്ന പല മുളക് വെച്ചുണ്ടാക്കിയ സാമ്പലാണ്. നമ്മുടെ നാട്ടിലെ മുളക് ചമ്മന്തി പോലെ ഇവിടെ കഴിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്കിപ്പം കണ്ടതിൽ ഏത് ഫുഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. പിനാങ്കി വരുവാണെങ്കിൽ ഏതാണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നതെന്നും പറയണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളും കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു, കഴിച്ചു. ഇനി വീട്ടിൽ പോകാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.